ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും അതുകൂടാതെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ബാഡ് കോപ്പ് എന്ന സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ഐട്യൂൺസ് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കൈലാസ കസീഡ്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് സിനിമകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമയാണ്. ആഗസ്റ്റ് മാസം 9-ാം തീയതി ഈ ഒരു സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ ബിജു മേനോനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ട സിനിമയാണ്. അപ്പോൾ 9-ാം തീയതി ഈ ഒരു സിനിമ നമുക്ക് മനോരമ മാക്സിൽ ആസ്വദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മനോരമ മാക്സിൽ വേറൊരു സിനിമ കൂടി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് OTT റിലീസുകൾ പലരും ചോദിക്കാറുണ്ടായിരുന്നെങ്കിൽ അവരുടെ മനോരമ മാക്സിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. മനോരമ മാക്സ് കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വിട്ടതായിരുന്നു, പക്ഷേ ഡേറ്റോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ആഗസ്റ്റ് മാസം 14-ാം തീയതി ഈ സിനിമ മനോരമ മാക്സിൽ റിലീസ് ചെയ്യുന്നുള്ള ടോക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ സാധ്യത കുറവാണ് റിലീസ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ 9-ാം തീയതി നടന്ന സംഭവം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു 2 ആഴ്ച കഴിയാതെ വേറൊരു സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് വളരെ 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 കുറവാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പവി കെയർടേക്കർ 14-ാം തീയതി വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ മാസം ലാസ്റ്റ് വീക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദപുരം ഡയറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീന പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഈ ആഗസ്റ്റ് മാസം മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യുന്നുള്ളൊരു ഡേറ്റ് അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി അതായത് നടന്ന സംഭവം റിലീസ് ചെയ്തതിന് ശേഷം മനോരമ മാക്സിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമ ആനന്ദപുരം ഡയറീസ് ആവാനാണ് ചാൻസ്. അതിനുശേഷമായിരിക്കും പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ വരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. കാരണം എന്താ വെച്ചാൽ സെപ്റ്റംബർ മാസത്തിലാണ് നമുക്ക് ഓണം വരുന്നത്. ഓണത്തിന് ഈ ഒരു സിനിമ മഴവിൽ മനോരമയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഓണം സ്പെഷ്യലായിട്ട് ഈ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കായിരിക്കും മിക്കവാറും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാവുന്നത്. ഫസ്റ്റ് വീക്കോ അല്ലെ സെക്കൻഡ് വീക്കോ ആയിട്ട് ഓണം സ്പെഷ്യലായിട്ടായിരിക്കും മിക്കവാറും മനോരമ മാക്സിൽ ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുക. പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. അങ്ങനെയാണ്. എന്തായാലും പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഈ സിനിമകൾ എന്ന് റിലീസ് ചെയ്യും, OTT റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയാവാനാണ് ചാൻസ്. എന്തായാലും അവരുടെ ഭാഗത്തു നിന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സീരീസ് ആണ്. ലൈഫ് ഹിൽ ഗൈ എന്ന് പറഞ്ഞൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ഈ ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ബംഗാളി, മറാത്തി ഭാഷകളായിട്ട് ആഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു സിനിമയാണ്, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഹങ്കർ ഗെയിംസ് ദ ബല്ലാഡ് ഓഫ് സോങ് ബേർഡ്സ് ആൻഡ് സ്നേക്സ് എന്ന സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തതൊരു സീരീസാണ്, ഒരു കൊറിയൻ സീരീസാണ്. ദ ഫ്രോഗ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആഗസ്റ്റ് മാസം 23-ാം തീയതി ഈ ഒരു സീരീസ് കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളിലായിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് നമ്മുടെ പ്രഭാസിന്റെ കൽക്കി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ സിനിമ 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഒരു വൻ വിജയമായി മാറിയ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈമും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സും ആണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 23-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഗസ്റ്റ് മാസം 23-ന് റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിലായിരിക്കും റിലീസ് ചെയ്യുക. ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ വരുന്നുള്ളതാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദി ഭാഷയിൽ വരുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും. എന്തായാലും ആഗസ്റ്റ് മാസം 23-ാം തീയതി നമുക്ക് ഈ ഒരു സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കും സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.